അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ ഹബീബിങ്ങളെ, എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മള് വീണ്ടും വീഡിയോ ഇടാൻ തുടങ്ങുകയാണ് ഇൻഷാ അല്ലാ. അപ്പോൾ പലരുടെയും ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ കുറെ നാളായിട്ട് കണ്ടിട്ടില്ല. ഈ ചാനൽ എന്തിനാണ് തുടങ്ങിയത്, എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഞാൻ എങ്ങനെ ഒരു കംപ്ലീറ്റ്ലി സ്റ്റേജിൽ നിന്ന് തിരിച്ചു വന്നു. ഇതൊരു കംബാക്ക് വീഡിയോ മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ ഒരു ചാപ്റ്റർ നിങ്ങളോട് ഷെയർ ചെയ്യാണ് ഇൻഷാല്ല. ഇതില് മെയിൻ ആയിട്ട് പറയുന്ന, ആദ്യമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ ആരാണ് എന്നുള്ളതാണ്. അപ്പം എന്നെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റും മറക്കരുത്. എന്നെ ഫോളോ ചെയ്യുന്നവർക്കെല്ലാം ഒരുപാട് ഒരുപാട് താങ്ക്സ്. ഇൻഷാല്ല, എൻ്റെ പേര് ആബിദ. നിങ്ങൾക്ക് യൂട്യൂബ് നെയിം കാണുന്ന പോലെ തന്നെ ഞാൻ ആബിദ. മലപ്പുറം താന്നൂരാണ് താമസം. ഒരു മകനാണുള്ളത്. ഉം, ഈ ഒരു ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഇനി ഞാൻ എന്താ പഠിച്ചത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹിന്ദി ടീച്ചറാണ്. ബേസിക്കലി ഞാനൊരു ഹിന്ദി ടീച്ചറാണ്. അതുപോലെ സ്റ്റിച്ചിങ് ചെയ്യും, ഈ ബിസിനസ് ചെയ്തിരുന്നു, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ ആയിരുന്നു. ഇങ്ങനെ ഉള്ള ബാക്ക്ഗ്രൗണ്ടുകളാണുള്ളത്. അതേപോലെ ഷോപ്പ് നടത്തിയിരുന്നു. എല്ലാം ഡ്രോപ്പ് ഔട്ട് ആക്കി, നിർത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇപ്പം ഉള്ള അവസ്ഥ. ഇപ്പോ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോ ഞാൻ ചെയ്യുന്നത് നൂർ സർക്കിൾ ഖുർആന്, ഈ ഒരു കൂട്ടായ്മ, നമ്മളെ അള്ളാഹുവിലേക്ക് തിരിയുന്ന കുറച്ച് സഹോദരിമാരോടൊപ്പമുള്ള ഒരു കൂട്ടായ്മ, ഒരു യാത്രയാണ് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ളത്. അതിന്റെ കൂടെ ഞാൻ മിസ്രിയ കോഴ്സ് ചെയ്യുന്നുണ്ട്, ഹിഫുള് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഖുർആൻ ടീച്ചറായിട്ട് സർട്ടിഫിക്കറ്റ് എടുത്ത ആളാണ്. അത് വലിയ രീതിയിലല്ല പറയുന്നത്, എന്നാലും അൽഹംദുലില്ലാ അതിന് സാധിച്ചിട്ടുണ്ട്. ഒരു വീട്ടിലിരിക്കുന്ന ഒരു സ്ഥിരം വീട്ടമ്മയാണ് ഇപ്പോ ഞാൻ, അൽഹംദുലില്ലാ. എൻ്റെ ജീവിതത്തിലെ പ്രധാന ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് പ്ലസ് പോയിന്റ്സും അതേപോലെ തന്നെ ഒരുപാട് വിഷമങ്ങളും കടന്നു പോയിട്ടുള്ള ഒരാളാണ്. ആ വിഷമങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയിട്ട് എനിക്ക് പറയാൻ കഴിയും. ഒരുപാട് പരാജയങ്ങള്, അതുപോലെ തന്നെ നഷ്ടങ്ങള് ഒക്കെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും ഉം, ഒരു പെർഫെക്റ്റ് ലൈഫ് ആർക്കും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, അറിയില്ല. മിക്കവാറും നമ്മുടെ ജീവിതത്തിൽ എന്തായാലും നമുക്ക് പരീക്ഷണങ്ങൾ വരുമല്ലോ. അള്ളാഹു ആ രീതിയിലല്ല നമ്മളെ പഠിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു സ്റ്റെക്ക് എനിക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അറിയാനും ഒക്കെയും കാരണമായി, അൽഹംദുലില്ലാ. അതിലൂടെയാണ് ഞാൻ കൂടുതൽ കൂടുതൽ ഖുർആനിലേക്ക് അടുത്തത്. അതിലൂടെയാണ് എനിക്ക് ഇങ്ങനെ ഒരുപാട് സഹോദരിമാരെ കൂട്ടിന് കിട്ടിയത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഖുർആനിനോടുള്ള എൻ്റെ ബന്ധം എങ്ങനെ വളർന്നു എന്ന് വെച്ചാല്, ഓ ഓ, തീർച്ചയായിട്ടും ഖുർആൻ ഓതുന്ന ഒരാളായിരിക്കുമല്ലോ നമ്മളെല്ലാവരും, അല്ലെ? പക്ഷെ അത് ചില സമയത്ത് ഹൈ ആയിട്ട് ഭയങ്കര ഖുർആനുമായിട്ട് സ്റ്റെക്കായിട്ടും, ചില സമയത്ത് തീരെ ഖുർആനുമായിട്ട് ചിലപ്പം ആഴ്ചകളോളം ഖുർആനായിട്ട് വലിയ അടുപ്പൊന്നും ഇല്ലാതെ അങ്ങനെ പോയിരുന്ന ഒരു ജീവിതമായിരുന്നു എൻ്റെത്. പിന്നീട് ഞാൻ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നുപോയി. തുറന്നു പറയാലോ, ഡിപ്രഷൻ സ്റ്റേജിലൂടെ എന്ന് പറഞ്ഞാൽ അത് സാഡ്നെസ് അല്ല, വിഷമമുള്ള സാഹചര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാഴ്ചയൊക്കെ നീണ്ടും അത് ഒഴിവാവും. പക്ഷെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് മാസങ്ങളോളം ഒരേ രീതിയിൽ നമ്മളെ മൈൻഡ് കൊണ്ടുപോകും. നമ്മൾക്ക് എത്ര സന്തോഷമുള്ള കാര്യങ്ങൾ കിട്ടിയാലും അതിൽ സന്തോഷിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. എന്ന് വെച്ചാല് നമ്മളെ ഉള്ളിൽ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയിലൂടെ അതിന്റെ കൂടെ നമ്മളെ സന്തോഷത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ടായിട്ട് മാറി. ഞാന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ദേഷ്യം വർദ്ധിക്കുക, ക്ഷീണം, എപ്പോഴും തളർന്നിരിക്കുന്നത്, നമ്മളെ സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്തിരുന്ന കാര്യം ഒരു ദിവസം കൊണ്ട് പോലും തീർക്കാൻ കഴിയാത്ത ഒരവസ്ഥ. നമ്മൾ അത്ര ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയാതെ, ചെയ്യണല്ലോ, അത് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് ഇരിക്കുന്ന ഒരവസ്ഥ. ആ രീതിയിലായിരുന്നു ഉള്ളത്. അത് മുഴുവനായും മാറിയോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഇപ്പൊ അൽഹംദുലില്ലാ
അള്ളാഹുവിന്റെ കുതിരത്ത് കൊണ്ട് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് ഒരു മീഡിയം ലെവലിൽ മുന്നോട്ട് പോകണം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പോ ഞാന് ഉം, ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഓഫ് കോഴ്സ് കൗൺസിലിംഗ് എടുത്തിട്ടുണ്ട്, കൗൺസിലിങ്ങിന് പോയിട്ടുണ്ട്. ആ ആ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരാഴ്ചയൊക്കെ ചിലപ്പം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് അതിന്റെ എഫക്റ്റ് ഉണ്ടാവും. അത് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് റിലാക്സ് ആവും, പക്ഷെ വീണ്ടും ബാക്ക് ടു ഡിപ്രഷൻ എന്നുള്ള അവസ്ഥയിലായിരുന്നു എന്നെ സംബന്ധിച്ച്. അതുപോലെ സൈക്യാട്രിസ്റ്റിന്റെ പോകുന്ന സമയത്ത് അവര് സജസ്റ്റ് ചെയ്തത് ഗുളിക കഴിച്ചാൽ നമ്മളെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസിന്റെ പ്രശ്നങ്ങൾ, ഇപ്പം എനിക്ക് 35 വയസ്സ് കഴിഞ്ഞു. അപ്പം നമ്മുടെ ശരീരത്തിലെ ഹോർമോണിന്റെ ആ ഒരു വ്യതിയാനങ്ങളും അതേപോലെ തന്നെ വിറ്റാമിൻ ഡിന്റെ കുറവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും PCODന്റെ പ്രശ്നം അതെല്ലാം എനിക്കുണ്ട്. അപ്പം അതെല്ലാം ഈ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ മെന്റൽ സ്റ്റേറ്റിനെ ബാധിച്ച കാര്യങ്ങളായിരുന്നു. അപ്പം അവര് പറയാ ഗുളിക എടുക്കാം, പക്ഷെ ഈ ഒരു ഡിപ്രഷന് ഗുളിക എടുത്താല് കുറച്ചും കൂടി ഡൗൺ ആവും, എന്നിട്ടേ റിക്കവർ ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അത് എനിക്ക് കുറച്ചും കൂടി വിഷമമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഗുളിക ചൂസ് ചെയ്തിട്ടില്ല. പിന്നെ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ ഇനി വഴികളില്ല, വഴികളെല്ലാം അടഞ്ഞ ഒരവസ്ഥയിൽ നമ്മൾ മേലോട്ട് നോക്കും. അപ്പോഴാണ് യെസ്, മുകളിലുള്ള ആളാണ്, എനിക്ക് ഇനി മാർഗമുള്ളൂ എന്നുള്ള അവസ്ഥയിൽ ഞാൻ കൂടുതൽ അള്ളാഹുവിലേക്ക് എടുത്തു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത് എന്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാവേണ്ടി വന്നത് ഒരുപക്ഷെ യഥാർത്ഥ വഴിയിലേക്ക് അള്ളാഹുവിനെ കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് തോന്നി. അൽഹംദുലില്ലാ. അങ്ങനെയാണ് ഞാൻ ഖുർആന്റെ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു അവസ്ഥയിൽ എത്തുന്നതിന്റെ മുന്നേ തന്നെ ഖുർആൻ ടീച്ചർ ആവാനുള്ള പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞതാണ്. പക്ഷെങ്കിൽ അന്നും എനിക്ക് പഠിപ്പിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നൊന്നും ഞാൻ അത്ര ഫോക്കസ്ഡ് അല്ലായിരുന്നു. ഇപ്പോഴും മുഴുവനായും ഫോക്കസ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് വരില്ലായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാ, ഈ ആബിദ മുസ്ലിമ എന്ന ഐഡന്റിറ്റി സത്യത്തിൽ ഇപ്പോ ഉള്ള ഐഡന്റിറ്റി അല്ല. എനിക്ക് ആബിദ മുസ്ലിമ, കറക്റ്റ് ആബിദ മുസ്ലിമയായിട്ട് തന്നെ അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഈ ഒരു ഐഡന്റിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു ചാനൽ. ഇൻഷാ അല്ലാ ഈ ചാനലിലൂടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കാനും അതിലൂടെ കൂടുതൽ കൂടുതൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിതത്തിലും ഇഹലോകത്തും പരലോകത്തും അള്ളാഹു നമ്മളെ ആ രീതിയിലേക്ക് മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഈ ചാനൽ എന്തുകൊണ്ട് തുടങ്ങി എന്നുള്ളത്, എനിക്ക് ഒറ്റപ്പെടലായിരുന്നു ഡിപ്രഷന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്ന കാര്യം. ഒറ്റപ്പെടൽ എന്ന് വെച്ചാല് നമുക്ക് ഒരുപാട് പേരുണ്ട് ചുറ്റും, ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും എനിക്ക് അവരോടൊന്നും സംസാരിച്ചാൽ പോരാ, ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണം എന്നൊരു ആഗ്രഹം. എനിക്ക് ഈ സംസാരം തീരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നം ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു, ഈ ഡിപ്രഷൻ സ്റ്റേജിലും. ഓക്കെ, അപ്പം ആ സമയത്ത് ഞാൻ കണ്ടെത്തിയ മാർഗമാണ് ചാനലിലൂടെ നിങ്ങളോട് സംസാരിക്കുക. അതിനുശേഷമാണ് ഞാൻ ഗ്രൂപ്പ് തുടങ്ങുന്നത്, വാട്സപ്പ് ഗ്രൂപ്പ്. അതിലൂടെ നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളത് ഒരു രീതി പറഞ്ഞാൽ എൻ്റെ ഡിപ്രഷൻ സ്റ്റേജിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ മാർഗങ്ങളിൽ ഒന്നായിരുന്നു. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയത്, ഇനി എത്ര കാലം ഞാൻ ഉണ്ടാവും എന്നറിയില്ല, പക്ഷെങ്കിൽ ആ സമയത്തിന്റെ ഉള്ളിലെങ്കിലും എനിക്ക് കുറച്ചെങ്കിലും അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാവരുടെയും, അല്ലെ, ഇത് പഠിക്കുന്നവരുടെയും പഠിക്കുന്ന എന്റെയും ആഖിറത്തിനെ കുറച്ചും കൂടി ബലപ്പെടുത്തുമെന്ന് തോന്നി. അതും ഒരു കാരണമാണ്. അതുപോലെ തന്നെ എനിക്ക് ഹലാലായ രീതിയിൽ ഒരു ഏണിങ്സ് കിട്ടണം, പൂർണ്ണമായും ഹലാലായ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തിയത്. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ നോക്കിയത് ഖുർആന് ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഓക്കെ, ഇതറിയാത്ത ഒരുപാട് പേരുണ്ടല്ലോ എന്നെ പോലെ എന്നുള്ള മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്കും അത് എത്തിക്കാൻ തുടങ്ങിയത്. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു വന്നുകൊണ്ട് എനിക്ക്
മുസ്ലിമുമാരുടെ എന്ന് വെച്ചാല് നമ്മളെ മുസ്ലിം സ്ത്രീകളുടെ കുറെ ഇമോഷണൽ സ്ട്രഗിൾ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് ഓക്കെ ഈ സ്ട്രഗിളിൽ നിന്ന് എങ്ങനെ റിക്കവർ ആവാം എന്നുള്ളത് ഞാൻ ഉപയോഗിച്ച വഴികൾ അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുത്ത രീതികൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ഖുർആന് ശരിക്കും അറബിയിലും ഓതുന്നത് മാത്രമല്ല, ഖുർആൻ കൊണ്ട് ജീവിതം റീബിൽഡ് ചെയ്യുക, വീണ്ടും ഒന്നും കൂടി ഉണ്ടാക്കിയെടുക്കുക എന്ന ആ ഒരു ഉദ്ദേശം മാത്രമാണ് ഈ ഒരു ചാനലിനുള്ളത്. ഇൻഷാല്ല അത് നിങ്ങൾക്കും എനിക്കും ഒരു ഖുർആൻ ജീവിതം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അതാണ് നൂർ സർക്കിൾ ഖുർആനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ബ്രേക്ക് വന്നു എന്നുള്ളത്, ഇവിടെ ഞാൻ ഡിസപ്പിയർ ആവാൻ കാരണം, മെയിൻ ആയിട്ടുള്ള കാരണം എനിക്ക് ഓർമ്മക്കുറവ് വന്നു. എനിക്ക് ഈ രക്തക്കുറവിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഈ രക്തക്കുറവ് അതുപോലെ തന്നെ ഈ ഡിസ്കിന്റെ കംപ്ലൈന്റ്, ഓക്കെ. അപ്പൊ അത് രണ്ടും കൂടി ആയപ്പം എനിക്ക് ഓർമ്മക്കുറവിന്റെ പ്രശ്നം ഭയങ്കരമായിട്ട്, എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നതാവില്ല ഞാൻ പറയുന്നത്. അതേപോലെ ഞാൻ കണക്റ്റഡ് അല്ലാതെ ചെയ്യുന്ന ആ രീതിയിൽ മൈൻഡ് ഔട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ആ സമയത്താണ് ഞാൻ പൂർണ്ണമായിട്ടും വീഡിയോസ് നിർത്തിവെച്ചത്. അല്ലാതെ മോട്ടിവേഷൻ പോയിട്ടല്ല, തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് മനസ്സിലായി ഞാൻ എല്ലാം കൂടി തലയിൽ വെച്ചാൽ എനിക്ക് കഴിയുന്നില്ല എന്നുള്ള ആ ഒരു അവസ്ഥ കൊണ്ടാണ് ഞാൻ മാറ്റിവെച്ചത്. പിന്നെ ചാനൽ വളരാത്തത് തീർച്ചയായിട്ടും ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്താൽ ചാനൽ വളരും എന്നറിയാം. ഇൻഷാ അല്ലാ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അള്ളാഹ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് വളരണം. പിന്നെ പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എന്നുള്ളത്, ഈ ഹെൽത്ത് പരമായിട്ടുള്ള, മെന്റലി ഫിസിക്കലി ഹെൽത്ത് പരമായിട്ടുള്ള പ്രോബ്ലംസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് റിക്കവർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സസ് വരെ ഞാൻ നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ള കാരണം ഇതായിരുന്നു. പിന്നെ കൺസിസ്റ്റൻസി എന്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല, അതെ സ്ഥിരമായിട്ട് ചെയ്യാൻ കഴിയാഞ്ഞതിന്റെ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ടയേർഡായിരുന്നു. എൻ്റെ തലച്ചോറ് ഓവർലോഡായിരുന്നു. ഞാൻ ഒരേ സമയം എല്ലാ കാര്യങ്ങളും കൂടി ചെയ്യുന്നോണ്ട് എൻ്റെ തലച്ചോറ് ക്ഷീണിച്ചിരുന്നു എന്ന് പറയാം. അപ്പം അതിനുള്ള ഒരു മാർഗം ഞാൻ കണ്ടെത്തിയത്, ഒന്ന് ടാബ്ലറ്റ്സ് എടുത്തു, പിന്നെ നല്ല ഭക്ഷണം, ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ കുറച്ചു കാലമെങ്കിൽ കുറച്ച് ദിവസം നല്ല രീതിയിൽ ഈ ഫോണും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, തലയ്ക്ക് സ്ട്രെസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, അതേപോലെ ഞാൻ കുറെ നേരം ഇരിക്കുന്നാലും എനിക്ക് ഊരവേദനന്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പുറം ഊരവേദന. അപ്പൊ എല്ലാത്തിൽ നിന്നും ഒന്ന് ബ്രേക്ക് എടുത്തതാണ്. അൽഹംദുലില്ലാ ഇപ്പം റിക്കവർ ആയി. ഇനി കൂടുതൽ ഉഷാറോടെ മുന്നോട്ട് പോവണം. നിങ്ങളെല്ലാരും സപ്പോർട്ട് വേണം. ഇനി ഞാൻ പറയുന്നത് എന്റെ ഡിപ്രഷൻ സ്റ്റേജ് എങ്ങനെയാണ് ഞാൻ ഓവർകം ചെയ്തത് എന്നാണ്. ശരിക്കും ഞാൻ ഏറ്റവും താഴേക്ക് പോകുന്ന സമയം എന്ന് വെച്ചാല് മഴക്കാലത്ത് എനിക്ക് വെയില് മഴ ഇതൊരു പ്രശ്നമുള്ള ആളാണ് ഞാൻ. എന്ന് വെച്ചാൽ മഴ തന്നെയാണെന്നുണ്ടെങ്കിൽ എന്റെ സ്റ്റേറ്റ് നല്ല താഴേക്ക് പോകും. അത് ഒരുപക്ഷെ വിറ്റാമിൻ ഡിന്റെ ആ ഒരു ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം, എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ അത് എന്റെ മെന്റലി ഡ്രെയിൻ ചെയ്യാനൊക്കെ അതൊരു കാരണമാണ്. അതേപോലെ തന്നെ ഈ ഡിപ്രഷൻ ആ ലെവലിൽ ഉള്ളതുകൊണ്ടാണോ അതോ ഇനി രക്തക്കുറവ്, ഞാന് മൈൻഡ് ഔട്ട് ആവുന്നത് ഡോക്ടറോട് പറഞ്ഞത് രക്തക്കുറവ് കൊണ്ട് മൈൻഡ് ഔട്ട് ആവുന്ന പ്രശ്നം വരുന്നതാണ്. എന്ന് വെച്ചാൽ മൈൻഡ് ഔട്ട് ആവുക എന്ന് വെച്ചാൽ വെറും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തെടുക്കാൻ പറ്റാതിരിക്കാം. ഫോൺ എടുത്താൽ അത് എന്തിനാ എടുത്തതെന്ന് അറിയില്ല. അതേപോലെ ഫ്രിഡ്ജ് തുറന്നാൽ അതിൽ നിന്ന് എന്താ സാധനം എടുക്കേണ്ടതെന്ന് അറിയില്ല. ചായയില് ഒരുപക്ഷെ ചായ ചായയില് പഞ്ചസാരക്ക് പകരം വേറെ എന്തെങ്കിലും ആ രീതിയിൽ, കറിയില് ഇത് ചായപ്പൊടി ഇടുക, ഇത് ഈ രീതിയിൽ ഭയങ്കര മിക്സ് ആൻഡ് മാച്ച് ആയി മാറി. അപ്പം ആ അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും നിർത്തിയത്, എല്ലതും നിർത്തിയത്. അതുകൊണ്ടാണ് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാഞ്ഞത്. എന്ന് വെച്ചാല് നമ്മളെ മെന്റലി ഫിസിക്കലി
ടയേർഡ് ആവുന്ന സമയത്ത് നമ്മൾ ഒരു പക്ഷെ നമ്മളെ ആഗ്രഹം കൊണ്ട്, എന്നെ സംബന്ധിച്ച് എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ കുറെ എന്നെ തന്നെ പുഷ് ചെയ്തു. ഞാൻ തന്നെ പറയായിരുന്നു ഞാനും എന്റെ ശരീരമായിട്ടുള്ള മത്സരമാണെന്നുള്ളത്. പക്ഷെ അതില് ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ശരീരം തന്നെ ജയിക്കും. നമ്മളെ ആഗ്രഹത്തെക്കാൾ ഉപരി നമ്മളെ ശരീരം റെസ്റ്റ് ആവശ്യപ്പെടും. നമ്മളത് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഞാൻ ആളുകളിൽ നിന്ന് ഡിസ്റ്റൻസ് എടുത്തിരുന്നു. എനിക്കിങ്ങനെ സംസാരിക്കാനില്ല, നിങ്ങളോട് സംസാരിക്കാനില്ല ഈ ഒരു കോൺഫിഡൻസ് പോലും ഇല്ലായിരുന്നു. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ ഇത്ര വൃത്തിയിൽ സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. അതിന്റെ കൂടെ ഖുർആനും നിസ്കാരവും ഒക്കെ തീർച്ചയായിട്ടും എന്നെ സഹായിച്ചിട്ടുണ്ട്. ദുആ എന്നെ എന്റെ മൈൻഡ് സെറ്റ് മാറ്റിക്കൊണ്ടിരുന്നിട്ടുണ്ട്. എന്റെ റുട്ടീന് തിരിച്ചു പിടിക്കാനുള്ള, എന്റെ ശീലങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള, എന്റെ ശീലങ്ങളൊക്കെ മാറി മറിഞ്ഞു. ഇതെല്ലാം ഉൾപ്പെട്ടതായിരുന്നു എന്റെ ശീലം അല്ലെ. പഠിപ്പും പഠിപ്പിക്കലും വീഡിയോസും എല്ലാം ഉൾപ്പെട്ടതായിരുന്നു. പക്ഷെ എല്ലാം താറുമാറായി. പക്ഷെ ഇൻഷാല്ല ഞാൻ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മൊബൈല്, ഓവർ തിങ്കിങ്, പിന്നേക്ക് മാറ്റി വെക്കല്, ഇതൊക്കെയും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. മൊബൈൽ യൂസേജ്, മൊബൈലിൽ എന്താണോ ഞാൻ കണ്ടത് അത് പിന്നെ തലച്ചോർന്ന് പോവാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതേപോലെ കൂടുതൽ പലതും ആലോചിക്കുക, അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെങ്കിൽ പിന്നെയും ഓക്കെ, ഇത് അള്ളാഹ് എന്താ വെച്ചാൽ കാണിക്കട്ടെ, അല്ലെങ്കിൽ അള്ളാഹു തരുന്നത് വാങ്ങാം എന്ന മൈൻഡ് സെറ്റിലേക്ക്, തവക്കലിലേക്ക് എത്തും. പിന്നെ മറ്റൊരു കാര്യം, വീണ്ടും തലയിൽ ഈ രീതിയിൽ ഓവർ തിങ്കിങ് പ്രോബ്ലം വന്നിരുന്നു. അതുപോലെ പ്രൊക്കാസ്റ്റിനേഷൻ, നമുക്ക് ക്ഷീണമാകുമ്പോൾ പ്രത്യേകിച്ചും നമ്മളെ പിന്നേക്ക് മാറ്റി വെക്കും. ഈ ഒരു പിന്നേക്ക് മാറ്റി വെക്കല് നമുക്ക് അതിലേറെ സ്ട്രെസ് തരുന്ന കാര്യമാണ്. അപ്പം ഇത്രയും ഈ ബുദ്ധിമുട്ടുകൾ ഞാനും ഫേസ് ചെയ്തിരുന്നു. ഞാൻ ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ടല്ല മാറിയത്. ഞാൻ ഒരിക്കലും ഡിപ്രഷൻ എന്നുള്ളതിന് ഒരു മാജിക് ഫോർമുല കൊണ്ടല്ല മാറ്റിയത്. ചെറിയ ചെറിയ സ്റ്റെപ്പ് കൊണ്ട് ഞാൻ വീണ്ടും അള്ളാഹുവിലേക്ക്, നിസ്കാരത്തിലേക്ക്, ഖുറാനിലേക്കൊക്കെ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതാണ്. അൽഹംദുലില്ലാ. മെഡിക്കൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നത് തെറ്റൊന്നുമല്ല. അത് വേണം. ചിലപ്പം നമുക്ക് ടാബ്ലറ്റ്സ് കഴിക്കേണ്ട അവസ്ഥയിലാണെന്ന് വെച്ചാൽ ടാബ്ലറ്റ്സ് എടുക്കേണ്ട അവസ്ഥയുണ്ടാവും. ഒരുപക്ഷെ എൻ്റെത് അത്രയും സിവിയർ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ രക്ഷപ്പെട്ടത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ, മെഡിക്കൽ ട്രീറ്റ്മെന്റ്, ഓക്കെ, നിങ്ങളെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്ന് ഒരു ഹെൽത്ത് മെഡിക്കൽ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിനോ എന്തെങ്കിലും പോയിട്ട് തീരുമാനിക്കാം. നിങ്ങൾ ആരെങ്കിലും ഡിപ്രഷൻ സ്റ്റേജിലുള്ളവരുണ്ടെങ്കിൽ ഇത് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത്. കാരണം ഒരു പരിധി വരെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുത്തിട്ടും ഈ രീതിയിലൊക്കെ മാറ്റം കൊണ്ടുവരാൻ കഴിയും. നമ്മൾ ഒരുപാട് കാലമായിട്ട് വിഷമിക്കുന്ന കാര്യങ്ങളൊക്കെയും ചിലപ്പോൾ നമ്മളെ ഒരു മെഡിറ്റേഷൻ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന മെഡിറ്റേഷൻ കൊണ്ട്, നമ്മളെ വിഷൻ ബോർഡ് തയ്യാറാക്കുന്നത്, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുന്നത്, നമ്മളെ റുട്ടീൻ, നൈറ്റ്, രാത്രി ചെയ്യേണ്ട കാര്യങ്ങൾ, രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ, എൻ്റെ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുന്നത്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ കഴിയും. പക്ഷെങ്കിൽ ഒരുപക്ഷെ ഇതേപോലെ ഈ വിറ്റാമിൻ ഡിന്റെ കുറവോ അയൺ ഡെഫിഷ്യൻസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുകളോ മറ്റോ കാരണമാണ്, നമ്മളെ ശരീരത്തിലെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ എന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും മരുന്ന് കുടിക്കേണ്ടതുണ്ട്. അത് ഈ ഒരു ഉം, കാര്യം കൊണ്ട് മാത്രം ഒരുപക്ഷെ മാറണമെന്നില്ല. ഓക്കെ, ഇപ്പോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഖുർആൻ പഠനം, ഹിഫ്ള് ജേണി ഉണ്ട്, നൂറ് സർക്കിൾ ഖുർആൻ, അതിലിപ്പോ 3 കോഴ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3ഉം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇൻഷാല്ല അത് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മുസ്ലിമ ട്രാൻസ്ഫോർമേഷൻ വർക്ക്, അതാണ് നമ്മുടെ നൂറ് സർക്കിൾ ഖുർആൻ എന്ന് പറയുന്നത്. നമ്മളുടെ മുസ്ലിം സ്ത്രീകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന, അള്ളാഹു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുക, ഒരുമിച്ച് കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നമ്മളെ നൂർ ഖുർആന്റെ ആശയം എന്ന് പറയുന്നത്. പിന്നെ കണ്ടന്റ് ക്രിയേഷൻ, ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്, പഠനം മിസ്രിയ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫ്യൂച്ചർ ഗോൾസ് ഉണ്ട്. ഇൻഷാല്ല അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതിൽ എന്താണോ ഹൈർ അതെല്ലാം നടത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരുന്നു
അതിനേക്കാളും എത്രയോ മെച്ചപ്പെട്ടു എന്നുള്ളതാണ്. എത്രയോ അള്ളാഹുവിലേക്ക് എടുത്തു, അതേപോലെ തന്നെ എത്രയോ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഞാൻ മെച്ചപ്പെട്ടു. ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ പേഴ്സണൽ ഗ്രോത്ത് ആയിട്ട് എനിക്ക് കാണുന്നത്. അൽഹംദുലില്ലാ. ഇനി ഈ ആബിദ മുസ്ലിമ ചാനലിൽ എന്തൊക്കെ വരും എന്ന് വെച്ചാൽ ഖുർആൻ ഫോർ ലൈഫ്, ഖുർആൻ ജീവിതത്തിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരാം, അതുപോലെ ഇസ്ലാമിക് സൈക്കോളജി ആൻഡ് മൈൻഡ്, മുസ്ലിമ മുസ്ലിങ്ങൾ മുസ്ലിം സ്ത്രീകളുടെ ഉം, വിഷമങ്ങളും പ്രയാസങ്ങളും അതെങ്ങനെ മറികടക്കാം എന്നുള്ളത്, നിസ്കാരം ഖുശുവോട് കൂടി എങ്ങനെ നിസ്കരിക്കാം എന്നുള്ളത്, ഖുർആൻ എങ്ങനെ പഠിക്കണം എന്നുള്ളത്, സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് നഫ്സ്, നമ്മുടെ മനസ്സിനെ നമ്മളെ അച്ചടക്കം പഠിപ്പിക്കുന്നത്, നമ്മളെ സ്വയത്തെ അച്ചടക്കത്തോടു കൂടി എങ്ങനെ ജീവിക്കാം എന്ന് പഠിപ്പിക്കുന്നത്, സിമ്പിൾ മുസ്ലിമ ലൈഫ്, നമ്മൾക്ക് എങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ജീവിക്കാം എന്നുള്ളത്. അതുപോലെ തന്നെ ഇൻഷാല്ല എൻ്റെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ജേണി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മറ്റൊരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല. എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് ഉം, കാര്യങ്ങളാണ്, കുറച്ച് പാഠങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, നമുക്ക് സ്ഥിരത നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മൾ തോറ്റു എന്നുള്ളതല്ല അർത്ഥം. നമ്മൾ ഓരോ തവണയും വീഴുമ്പോഴും തിരിച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയം. ഓക്കെ, അത് ഒരു അവസ്ഥ മാത്രമാണ്. തീർച്ചയായും നമ്മൾ പ്രയത്നിക്കും തോറും നമുക്ക് സ്ഥിരതയിലേക്ക് എത്താൻ കഴിയും. അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ ഒരിക്കലും നമ്മൾ ലേറ്റ് ആയിട്ടില്ല. അത് ഇന്നാണെങ്കിലും ഇപ്പോഴാണെങ്കിലും നമുക്ക് അള്ളാഹുവിലേക്ക് വരാം. ഓക്കെ, നമ്മളെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അപ്പം അത് നമ്മളെ ഞാൻ ഇത്രയും കാലം ഇങ്ങനെയാണല്ലോ ജീവിച്ചത്, ഇനിയോ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ, ഇനി ഇങ്ങനെ ജീവിക്കല്ലാതെ വേറെ മാർഗമില്ലല്ലോ എന്നുള്ള ചിന്തയല്ല. ഇത്രയും കാലം ഇങ്ങനെയാണ് ജീവിച്ചു, പക്ഷെ ഇനി അങ്ങോട്ട് ഞാൻ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്തിട്ട് തന്നെ ജീവിക്കും എന്നുള്ള ആ ഒരു ചിന്തയാണ് വേണ്ടത് എന്നുള്ള എനിക്ക് മനസ്സിലാക്കി. അതുപോലെ നമ്മുടെ ഏറ്റവും മോശം ആയിട്ടുള്ള അവസ്ഥ ഒരിക്കലും നമ്മളെ ആരാണ് എന്ന് തീരുമാനിക്കുന്നില്ല. ഇപ്പം നമ്മള് ചിലപ്പം തീരെ ആരോഗ്യമില്ലാത്ത ഒരു അവസ്ഥയിലൂടെ പോകാൻ, തീരെ പൈസ അല്ലെ, ക്യാഷ് ഇല്ലാത്ത അവസ്ഥയിലൂടെ പോവാം, ആരോഗ്യമില്ലാത്ത അവസ്ഥയിലൂടെ പോവാം, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ മുറിവ് പറ്റിയ അവസ്ഥയിലൂടെ പോവാം, മെന്റലി ഫിസിക്കലി ഡൗൺ ആയിട്ടുള്ള, മാനസികമായും ശാരീരികമായിട്ടും തീരെ താഴോട്ടുള്ള, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത മടി പിടിച്ച അവസ്ഥയിലൂടെ ഒക്കെ പോകുന്നുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മളെ ആരാണ് എന്ന് തീരുമാനിക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ ഒരു തീയുണ്ട്. ആ തീ അണയാതെ ആ ഒരു വെളിച്ചത്തെ വീണ്ടും വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിത്വം. അല്ലാതെ ഇതെല്ലാം അത് മറയ്ക്കാനുള്ള ഒരു പുകമറയായിട്ട് വരുന്ന കാര്യങ്ങളായിട്ട് മാത്രം കാണുക. നമ്മളെ ചെറിയ ചെറിയ നന്മകൾ പോലും, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് നമുക്കൊരു പുതിയ നാളെ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളതാണ്. ഇന്ന് ഞാൻ ചെറിയ ശീലത്തിൽ തുടങ്ങിയാൽ നാളെ അത് എന്റെ ജീവിതത്തിന്റെ ഭാഗമാവും. ഈ ശീലം തന്നെ എന്നെ മാറ്റിമറിക്കാൻ കഴിയും. അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അതുപോലെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും നമ്മളെ യാത്രയെ മുടക്കും. കാരണം ഞാൻ പഠിച്ചതും ഞാൻ ചിന്തിച്ചതും ഞാൻ വായിച്ചതും ആയ ഒരു ഞാൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ഓരോ വ്യക്തിത്വങ്ങൾ ഉണ്ടായിരിക്കും. ഈ വ്യക്തിത്വത്തെ ഒരു ഓറഞ്ചിനെയും മാങ്ങയെയും എങ്ങനെ താരതമ്യപ്പെടുത്താൻ കഴിയുമോ അതുപോലെ മാത്രമാണ് നമ്മളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത്. ഓറഞ്ചിന് ഓറഞ്ചിൻ്റെതായിട്ടുള്ള ധർമ്മമുണ്ട്, അല്ലെങ്കിൽ മാങ്ങയ്ക്ക് മാങ്ങയുടേതായിട്ടുള്ള, പഴത്തിന് പഴം അല്ലെ, ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പക്ഷെ എല്ലതും നല്ലതാണ്. അത് കമ്പാരിസൺ ചെയ്യാവുന്നതല്ല. അല്ലെങ്കിൽ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും തമ്മിൽ കമ്പാരിസൺ ചെയ്യാൻ പറ്റൂല. ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ഓരോ മനുഷ്യരും. ഓരോ ഫ്രൂട്ട് പോലെയാണ് നമ്മൾ ഓരോ മനുഷ്യരും, ഓരോ ഫ്ലവർ പോലെയാണ്. അത് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ഫ്ലവറിനെ കാണാൻ കഴിയൂല. അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ടെൻഷനുകളും വിഷമങ്ങളൊക്കെ കുറയുമെന്ന് ഞാൻ മനസ്സിലാക്കി. അൽഹംദുലില്ലാ, അതൊരു പാഠമായിരുന്നു. ഖുർആൻ ഒരു ഓതാനുള്ള ബുക്ക് മാത്രമല്ല എന്നുള്ളത് മനസ്സിലാക്കി. അത് ജീവിതത്തെ, നമ്മളെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഗൈഡ് ചെയ്യുന്ന, നമ്മളെ നയിക്കുന്ന ഒരു കൂടെയുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കി. അൽഹംദുലില്ലാ. ഇനി ഈ ചാനൽ ആർക്കാണ്
ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എന്നും കൂടി പറയാനേ. നിങ്ങളൊരു മുസ്ലിം സ്ത്രീയാണ്, ജീവിതത്തിൽ സ്റ്റെക്കായി ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഖുർആനൊക്കെ ഓതണം എന്നുണ്ട് പക്ഷെ സ്ഥിരമായിട്ട് ഓതാൻ കഴിയുന്നില്ല. നിങ്ങളെ നിസ്കാരം ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ട്, പക്ഷെങ്കിൽ ഖുശുവോട് കൂടി നിസ്കരിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ഒന്നും കൂടി മെച്ചപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അപ്പം ഈ ചാനൽ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തോളാം. നമ്മുടെ നൂർ സർക്കിൾ ഖുർആനിലേക്ക് ചേരണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഇൻഷാല്ല അതിലൂടെ നിങ്ങൾക്ക് നൂർ സർക്കിൾ ഖുർആൻ ചാനലിലേക്ക് കയറാൻ പറ്റും. അവിടെ നമുക്ക് ഇപ്പം നിലവിൽ 3 കോഴ്സസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ല നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ കോഴ്സിലേക്ക് ചേരാവുന്നതാണ്. 100 രൂപ മുതൽ കോഴ്സ് ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടില്ല. ഇവിടെ തിരിച്ചെത്തുന്നത് ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു ജേണിയിലാണ്, എൻ്റെ യാത്രയിലാണ്. പക്ഷെ ഈ യാത്ര എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ യാത്ര കഴിഞ്ഞതിന് ശേഷം നിങ്ങളിലേക്ക് എത്താം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് ഖുർആനിലേക്ക് തിരിച്ചു പോവാ. ഞാൻ എന്താണോ പഠിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കാം. ഒരുമിച്ച് നമ്മുടെ ഹൃദയത്തെ മുറിവുണക്കുക, ഒരുമിച്ച് നമ്മുടെ ജീവിതം വീണ്ടും മനോഹരമായി ഉണ്ടാക്കുക, അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യാം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ചാനൽ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇൻഷാല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ആബിദ മുസ്ലിമ എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇൻഷാല്ല നമുക്ക് ഇനിയും കൂടുതൽ വീഡിയോസ് ചെയ്യാമെന്ന് കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ദുആവും എല്ലാം എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് കരുതുന്നു. ഇൻഷാല്ല എൻ്റെ ഈ ജേണി, അല്ലെങ്കിൽ ഇതുപോലെ ഡിപ്രഷൻ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക. കാരണം ഇതൊരു മെസ്സേജ് ആണ്. നിങ്ങൾ എത്രയൊക്കെ ഡിപ്രഷനിലാണെങ്കിലും, അല്ലെങ്കിൽ എത്രയൊക്കെ വിഷമത്തിലാണെങ്കിലും, എത്രയൊക്കെ താഴ്ന്ന അവസ്ഥയിലാണെങ്കിലും, അത് നമ്മളെ എന്നേക്കുമുള്ള അവസ്ഥയല്ല. നമുക്ക് മാറാൻ കഴിയും. നമ്മൾ ഓരോ ചെറിയ സ്റ്റെപ്പ് വെക്കും തോറും അള്ളാഹു നമ്മളെ കൈപിടിച്ചുയർത്തും എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ. അൽഹംദുലില്ലാ. അപ്പം തീർച്ചയായും അത് നിങ്ങൾക്കും ബാധകമാണ്. അള്ളാഹു ആരെയും കൈവിടുന്നില്ല. എല്ലാവരെയും അള്ളാഹു ഇഹത്തിലും പരത്തിലും ഹൈറായ നിലയിലേക്ക് എത്തിക്കട്ടെ എന്നുള്ള ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.